ഹലോ ഗൈസ്, നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ 3 പേരുടെയും ഫസ്റ്റ് ഫ്ലൈ ആണ് ഇന്ന്. വൈകിട്ട് 5 മണിക്ക് തന്നെ റൂമിൽ ലോക്ക് ചെയ്ത് ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് ബാലൻസ് പേയ്മെന്റും കൊടുത്തിട്ട് ലോബിയിൽ വെയിറ്റ് ചെയ്തു. എയർപോർട്ട് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഊബറിൽ ഓട്ടോ കാണിക്കുന്നില്ല. അങ്ങോട്ട് ഓട്ടോ അലൗഡ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. തന്നെ ഊബർ കാർ ബുക്ക് ചെയ്തിട്ടുള്ള വെയിറ്റിംഗിലാണ്. പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഊബറിന് നല്ല ട്രാഫിക് ബ്ലോക്ക് കിട്ടി. ഏകദേശം ഒരു അരമണിക്കൂറോളം ഊബർ വരാൻ വേണ്ടി എടുത്തു. ആ സമയം കൊണ്ട് ആയി കുറച്ചേരം ഫോണിൽ കളിച്ചു, അതിനകത്തൂടെ എല്ലാം ഓടി കളിച്ചു, സ്റ്റെപ്പേ കയറി കുറച്ച് റിസ്ക് എടുത്ത് കളിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഊബർ എത്തി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ലൊക്കേഷൻ മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഊബർ വന്നത് മെയിൻ റോഡിലാണ്. ഹിന്ദിയിൽ പറഞ്ഞു മനസ്സിലാക്കി പ്രോപ്പർ ലൊക്കേഷനിൽ എത്തിക്കാന്ന് വെച്ചാൽ അത് പിന്നെ വലിയ കോംപ്ലിക്കേഷൻ ആവും. അതുകൊണ്ട് തന്നെ ഊബറിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ നേരെ ഊബറിന്റെ അടുത്തേക്ക് നടന്നു. ഈ ഒരു കാറാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ആയിട്ട് ലഗേജും കാര്യങ്ങളും എല്ലാം ഡിക്കി കയറ്റി വെച്ചതിന് ശേഷം യാത്ര തുടങ്ങി. ഈ കാണുന്ന ഓട്ടോയുടെ മുൻപിലും പുറകിലും പോകുന്ന മിനി മെട്രോ എന്ന് പറഞ്ഞ ഈ ഓട്ടോ ഇതിന് 10 രൂപ 15 രൂപയ്ക്ക് ഒരു പെർ ഹെഡിന് വരുന്നുള്ളൂ. ഇത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത ഒരു ലൊക്കേഷൻ ടു ലൊക്കേഷനിലേക്കാണ് ഓടുന്നത്. ഇവർക്ക് തന്നെ ഒരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ കൂടുതലായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലെ ബജ്ജിക്കട പോലെ ഇവിടുത്തെ വൈകുന്നേരങ്ങളിലെ കടകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ വൈകി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കടകൾ കാരണം ഈ സ്ട്രീറ്റ് ഫുള്ളും നിറയും. ഇടുങ്ങിയ റോഡിൽ നിന്ന് മെയിൻ ഹൈവേയിലേക്ക് കയറിയപ്പോൾ തന്നെ കാറ്റൊക്കെ അടിച്ച് യായുപയെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഊബർ ഓട്ടോ തന്നെ സെലക്ട് ചെയ്ത് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവർക്ക് രണ്ടുപേർക്കും കാറിൽ കയറിയ ഛർദിയാണ്. അതുകൊണ്ടാണ് ഊബർ ഓട്ടോ വിളിക്കുന്നത്. ഇത്തവണ കാറ് കിട്ടിയതുകൊണ്ട് തന്നെ ചേട്ടനോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് 4 ഗ്ലാസ് ഇറക്കി ഇട്ടു. ചേട്ടന് ലാഭം, നമുക്ക് ഛർദിയില്ല. നമ്മുടെ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ തൊട്ടടുത്ത ജില്ലക്കാരുടെ കാറുകൾ ഒരുപാട് കാണാൻ സാധിക്കില്ലേ. അതുപോലെ ഡൽഹി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളുടെ കാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. HR, പഞ്ചാബ്, UP ഈ സ്റ്റേറ്റുകളുടെയൊക്കെ കാറായിരുന്നു കൂടുതൽ. ഈ കാണുന്ന 2 പാലം, ഒന്ന് ഫ്ലൈ ഓവറും അതിന് മേളിൽ കൂടെ പോകുന്നത് മെട്രോയുമാണ്. ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10 വരി പാതയിലൂടെയാണ്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. ടെർമിനൽ 3യിലാണ് നമുക്ക് വരേണ്ടിയിരുന്നത്. നമ്മൾ ഏതാണ്ട് ടെർമിനൽ 3യോട് അടുത്തു. എനിക്ക് ദൂരെ നിന്ന് ടെർമിനൽ 3യുടെ ബോർഡൊക്കെ കാണാം. കാറിൽ നിന്ന് ഇറങ്ങി ലഗേജും എടുത്ത് നേരെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലെ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കും ഒരു മുൻധാരണയും ഇല്ല. നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഈ ടിക്കറ്റിന്റെ ഒരു ഹാർഡ് കോപ്പി എടുത്ത് വെച്ചിരുന്നു. എൻട്രൻസിൽ നിൽക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥന്റെ നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന്റെ ഹാർഡ് കോപ്പി കൊടുക്കണം. ആൾ അതിലെ ബാർകോഡൊക്കെ വെരിഫൈ ചെയ്യും. കൂടാതെ എല്ലാവരുടെയും എന്തെങ്കിലും ID പ്രൂഫ്, ആധാറോ പാസ്പോർട്ടോ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ആധാർ കാർഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. യായുവിനും ആധാർ കാർഡ് ഉണ്ടായിരുന്നു. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഉള്ളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളതുപോലെ തന്നെ പ്ലാറ്റ്ഫോമും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പോലെ തന്നെ ഫ്ലൈറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ വേറെയും ഉണ്ട്. ഈ കാണുന്ന ജിയുടെ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ നേരെ അത് ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് ഈ കാണുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ലഗേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ലഗേജ് നേരെ ആ ഡിറ്റക്ടറിനകത്തോടെ കയറ്റി പുറത്തേക്ക് വന്നു. അതും എടുത്ത ശേഷം ഞങ്ങൾ നേരെ ജിയുടെ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിന് ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. ഇവിടെ എത്തിയപ്പോൾ ഇൻഡിഗോയുടെ ഒരു സെക്ഷനാണ്. നമ്മൾ ഇൻഡിഗോ എയർലൈൻസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിനാലായിരിക്കണം നമ്മൾ ഇവിടെ വരേണ്ടി വന്നത്. ഈ ഒരു കൗണ്ടറിൽ ഈ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ബോർഡിംഗ് പാസ് മേടിച്ചു. ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ നമ്മുടെ ബാഗിന്റെ വെയിറ്റ് ഒക്കെ തൂക്കിയിട്ട് ബാഗ് അവർക്ക് കൊടുക്കണം. ബാഗിന്റെ വെയിറ്റ് നോക്കുന്ന സമയത്ത് വലിയ ബാഗിന് 15ഉം ഹാൻഡ് ബാഗിന് 7ഉമാണ് മാക്സിമം വെയിറ്റ് വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ സാധനം തിരിച്ചിറക്കേണ്ടി വരും. ഡൊമസ്റ്റിക്കിലാണ് ആപ്ലിക്കബിൾ. ഇന്റർനാഷണലിൽ വേറെ വെയിറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ നമ്മൾ ബാഗ് വെയിറ്റ് ഒക്കെ നോക്കി കൊടുത്തു വിട്ടാൽ ഇത് ബാഗ് ആ ബെൽറ്റിൽ കൂടെ നേരെ അങ്ങ് പോവാം. ഇനി നമ്മൾ കൊച്ചിന് ചെന്നിട്ട് ഈ ബാഗ് കളക്ട് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു സെക്ഷൻ സോൺ 1, 2, 3 തിരിച്ചേക്കുന്ന ഒരു സെക്ഷനിലേക്ക് പോവാണ്. അതിലൂടെ നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ചെക്കിംഗ് ആണ്. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ ബോർഡിംഗ് പാസിന്റെ ബാർകോഡ് അവിടെ നോക്കുമ്പോൾ അത് സ്കാൻ ആകും. ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് നമ്മുടെ ID പ്രൂഫ് കാണിച്ച് കഴിയുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് കടത്തിവിടും. ശേഷം ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ 7 kg, അത് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതുപോലെ തന്നെ അത് ആ ട്രെയിൽ കയറ്റി വിടണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ ധരിച്ചുകൊണ്ടുവന്ന ബെൽറ്റും അതും ഒരു ട്രെയിൽ കയറ്റി അങ്ങോട്ട് വിടണം. ശേഷം അവർ നമ്മളൊരു ബോംബ് സ്കാനറിലൊക്കെ കിടത്തി നേരെ ഈ ഒരു ഭാഗത്തേക്ക് വിടും. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൽറ്റ് ഇങ്ങനെ കറങ്ങി വരും. അതിലൂടെ നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗ്, നമ്മുടെ ബാക്കി ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് ബെൽറ്റ് ഇടുന്നവർക്ക് തിരിച്ചത് ധരിക്കാനും സമയമുണ്ട്. ഈ ട്രെയിനൊക്കെ കയറുമ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം നമ്പർ ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ നമുക്കൊരു നമ്പർ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 46 ആണ്. 46 എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് ഏരിയ ലക്ഷ്യമിട്ട് ഞങ്ങൾ നേരെ നടന്നു. നടക്കുന്നതിന്റെ ഇരുവശത്ത് നിരവധി കടകളുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക് ചെയ്യുന്നവർക്ക് ഡ്രിങ്ക് ചെയ്യാനും ഒക്കെ എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് വാഷ്റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നടത്തം തുടർന്നു. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കും ഒക്കെ സഞ്ചരിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. കുറച്ചങ്ങ് മുൻപോട്ട് ചെന്നാൽ ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള എസ്കലേറ്റേഴ്സ് ഉണ്ട്. ഈ എസ്കലേറ്റേഴ്സ് എല്ലാം സെയിം ഡയറക്ഷനിലാട്ടോ പോകുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്, അത് വഴിയെ മനസ്സിലാവും. ആ ഉറക്കപ്പിച്ചിന്റെ ചടവ് അങ്ങ് മാറി കഴിഞ്ഞപ്പോൾ യായു അങ്ങ് ആക്റ്റീവായി. പിന്നെ യായു ഓട്ടോ ആയി ചാട്ടമായി പതിവ് പോലെ. എസ്കലേറ്ററിൽ ആദ്യം കയറി പേടിച്ചു തന്ന ആളാ. പിന്നെ പുള്ളിക്ക് പയ്യപ്പോ ഇതിൽ നടക്കണം എന്നായി. അങ്ങനെ നമുക്ക് എത്തേണ്ടിയിരുന്ന 46 എന്ന് പറഞ്ഞൊരു ഏരിയ നമ്മൾ എത്തി. ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോടെ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ യായു വിശക്കോ എന്ന് പറഞ്ഞൊരു ബഹളം തുടങ്ങി. ഇപ്പോഴാണ് ഓർത്ത് വന്ന വഴി കണ്ട എവിടുന്നേലും ഒരു ചായയും
എന്തെങ്കിലും ഒരു സ്നാക്കും കുടിക്കാൻ. പിന്നെ നേരെ ബാക്കിലേക്ക് നടന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എസ്കലേറ്റർ വൺ സൈഡിലേക്കേ ഉള്ളൂ, പക്ഷെ പുള്ളിക്ക് ബാക്കിലേക്ക് നടക്കുമ്പോൾ എസ്കലേറ്ററെ കയറണം എന്നാണ് പുള്ളി പറയുന്നത്. അതിന് യായു അമ്മുവിനോട് പിണങ്ങി. ഞങ്ങൾ പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് യായുവിന് അതിൽ കയറി ബാക്കിലേക്ക് പോകണം എന്നാ പറയുന്നത്. ലാസ്റ്റ് പുള്ളി പിണങ്ങിയുള്ള നിപ്പാണ് ഈ കാണുന്നത്. എങ്കിൽ പിന്നെ യായുവിനെ പറഞ്ഞ് കൺവിൻസ് ആക്കി പിണക്കം മാറ്റി ഹാപ്പി ആയിട്ട് ചായയൊക്കെ കുടിക്കാൻ ഓർത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ യായുവിനെ എടുത്തുകൊണ്ട് നേരെ എസ്കലേറ്ററെ കാല് വെച്ചിട്ട് ഞാൻ പറഞ്ഞു യായു ഇത് അങ്ങോട്ടേ പോകത്തുള്ളൂ, ബാക്കിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞ് എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ പോയതാ. പെട്ടെന്ന് രണ്ട് കാലം അതിലായി. ഞങ്ങൾ നേരെ മുന്നോട്ട് പോയി. നമ്മൾ 43-ലായിരുന്നു, 46 വരെ. പിന്നെ ഞാൻ യായുവിനെയും കൂട്ടി നേരെ നടന്നു. അമ്മ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ശേഷം ഈ ഒരു കടയിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു കടയിൽ വന്നപ്പോൾ യായു ചൂണ്ടിക്കാണിച്ച് ഈ ഒരു പിങ്ക് ഡോണറ്റ് ആണ്. ശേഷം ഈ പിങ്ക് ഡോണറ്റ് മേടിച്ച് ഇതിന്റെ തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് ആ ഫുഡ് ഞങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നേരെ നമ്മുടെ 46-ലേക്ക് വീണ്ടും പോയി. ഈ കാണുന്ന ചില്ല് കണ്ടോ? ഈ ചില്ലിന്റെ താഴെ കൂടെ ഒരു വഴിയുണ്ട്. ഈ ഒരു വഴി കൂടെ നമ്മൾ നേരെ ചെന്ന് കയറുന്ന ഫ്ലൈറ്റിന്റെ അകത്തേക്കാണ്. ബോർഡിംഗിന് ടൈം ആയെന്നുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ബോർഡിംഗ് പാസുമായിട്ട് ഞങ്ങൾ നേരെ ഈ ക്യൂവിൽ ജോയിൻ ചെയ്തു. ഇൻഡിഗോടെ തന്നെ ഈ ഒരു സ്റ്റാഫിന്റെ ബോർഡിംഗ് പാസും കൊടുത്ത് അവിടുത്തെ ചെക്കിംഗ് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക്. ഈ ഒരു ഭാഗത്തോടെ നടന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ കുറെ സെൽഫി ഫോട്ടോയും സെൽഫി വീഡിയോസും എല്ലാം എടുത്തത്. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടല്ല, യാവിന് ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. കാര്യം നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിലും അവളുടെയും ഫസ്റ്റ് ഫ്ലൈ അല്ലേ ഇത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു മെമ്മറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു നല്ല നൊസ്റ്റാൾജി ആയിട്ട് ഇരിക്കട്ടെ എന്നോർത്ത് എടുക്കുന്നതാണ് ഇതെല്ലാം. നമ്മുടെ വിമാനത്തിന്റെ ഡ്രൈവർ തോന്നുന്നു ഈ തിരക്കിട്ട് പോകുന്നത്. ഈ ട്രെയിനിലും ബസ്സിലൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കിനും ഒരു ലോങ് വ്യൂവിൽ നമ്മൾ ഇതിനൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ആ കണ്ട സാധനത്തിലാണ് നമ്മുടെ ഒരു ഇന്റേണൽ മൈൻഡ് എന്തോ പറയുന്നുണ്ട്. പക്ഷെ ഫ്ലൈറ്റ് അങ്ങനെയല്ല. ഇത് നമ്മൾ ഈ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ആവുകയാണ്. ഫ്ലൈറ്റ് നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് വ്യൂ കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ അതിന്റെ വാലും തലയൊക്കെ കാണാന്നുള്ളതല്ലാതെ നോർമലി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറും. അപ്പൊ നമ്മുടെ ആ എയർപോർട്ടിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഏതൊരു സ്ഥലത്തേക്ക് തന്നെ കയറിയ ഒരു ഫീലാണ് സത്യത്തില്. എനിക്കും അമ്മൂനും യാവിനും ടിക്കറ്റ് ഉള്ളതുകൊണ്ട് വൺ സൈഡിലെ 3 സീറ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടിയേ. 2 വയസ്സിന് മേളിലേക്കുള്ള കുട്ടികൾക്ക് നമ്മുടെ സെയിം റേറ്റ് ആണ് കേട്ടോ ടിക്കറ്റിന്. അപ്പോഴേക്കും അവിടുന്ന് അനൗൺസ്മെന്റ് വന്നു, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക. വിൻഡോ സീറ്റിലൂടെ ഗ്രൗണ്ട് ഒക്കെ നമുക്ക് നന്നായി കാണാം. ഈ ഒരു ബുക്ക് നമുക്ക് ട്രാവലിനിടയ്ക്ക് വായിക്കാനൊക്കെ ആയിട്ട് ഇവർ വെച്ചിരിക്കുന്നതാണ്. ഇതെന്താ സംഭവം എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. ഇത് പാസഞ്ചേഴ്സിനുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ബ്രീഫിംഗ് കാർഡാണ്. അപ്പോഴേക്ക് എയർ ഹോസ്റ്റസിന്റെ വക അനൗൺസ്മെന്റ് വന്നു, ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ആക്കി വെക്കണം. അതുപോലെ നമ്മുടെ ഫോണൊക്കെ ഫ്ലൈറ്റ് മോഡ് ഇടണം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ സെറ്റ് ആക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതിനിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരി കളഞ്ഞിട്ട് യായു അമ്മുന്റെ മടി കയറിയിരുന്ന വിൻഡോയിൽ കൂടെ കാഴ്ച കാണലാണ്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ടാണ് യായു ഇടുന്നില്ല. അപ്പൊ കാഴ്ച കാണാനായിരിക്കും ഓർത്ത് അമ്മുന്റെ സീറ്റ് മാറി യായുവിനെ വിൻഡോ സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇടാൻ നോക്കിയിട്ട് അവിടെയും പുള്ളി സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് അമ്മുന്റെ ബെൽറ്റിൽ തന്നെ യായുവിനെ കൂടെ കെട്ടി വെച്ച് ലോക്കാക്കി യായുവിനെ കെട്ടിപ്പിടിച്ച് അമ്മ വരുന്നു. ബസ്സൊക്കെ പോലെ തന്നെ ഈ ഫ്ലൈറ്റ് എവിടെയോ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. മെയിൻ റൺവേയിലേക്ക് ഇത് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ലൈറ്റുകളൊക്കെ ഏതാണ്ട് ഓഫ് ആക്കി. മെയിൻ റൺവേയിൽ എത്തിയതും ഫ്ലൈറ്റിന്റെ സ്പീഡ് കൂടി വരുന്നത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഫ്ലൈറ്റ് ഒറ്റ ടേക്ക് ഓഫ് ആയിരുന്നു കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, നമ്മൾ ആകാശത്തൊട്ടിലൊക്കെ കയറിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആ മേളിൽ നിന്ന് ടോപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫുള്ള് ബോഡി എല്ലാം വെയിറ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. അതിന്റെ ഒരു 1/3 ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ചില പാലത്തിലൊക്കെ കയറുമ്പോൾ സ്പീഡിൽ വന്ന ഒരു പാലം കയറുമ്പോൾ നമ്മുടെ ബോഡി ഒരു വെയിറ്റ് ലോസ് ആയിട്ട് തോന്നത്തില്ല. ഈ കാറിന്റെ ഒക്കെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ തോന്നിയത്. ഇത്രയും ഹൈറ്റിൽ നിന്ന് ആ ഡൽഹി സിറ്റി ഫുള്ള് കാണുമ്പോൾ ഒരു മൂഡ് അത് നല്ല രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ഇത്ര ഹൈറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് ആദ്യമായിട്ടല്ല നമ്മുടെ കണ്ണിന് കിട്ടുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഒരു യൂണീക്ക് തന്നെയായിരുന്നു. പിന്നെ ഫ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ എയറോപ്ലെയിന് ചെറിയൊരു ജെർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആകാശക്കട്ടർ എന്നൊക്കെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നോർമലി നമ്മുടെ വണ്ടിയെ പോലെ നല്ല അടിപൊളി റോഡിൽ നല്ല വണ്ടിയിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ഷേക്കിംഗ് ഇല്ല, ആ ടൈപ്പ് ഒരു ഷേക്കിംഗ് ഒക്കെ തന്നെ ഫ്ലൈറ്റിൻ്റെതായ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നിയത് നോർമലി നമ്മൾ നല്ല റോഡിൽ കൂടെ നല്ല വണ്ടിയിൽ പോകുമ്പോൾ ചെറിയൊരു ഇത് ഉണ്ടാവത്തില്ല, അത്തരത്തിലുള്ള ഒരു ജെർക്കിംഗ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജെർക്കിങ്ങിന് വരുന്നതിന് മുൻപ് തന്നെ റഡാറൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു ഇവർക്ക് ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഒക്കെ ഓൺ ആക്കി പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. യായു എന്തായാലും നല്ല ഉറക്കത്തിലായി. അങ്ങനെ നമ്മൾ താഴാൻ പോകുന്ന സമയത്ത് ഏതാണ്ട് ആ സെയിം എക്സ്പീരിയൻസ്, ഒരു വെയിറ്റ്ലെസിന്റെ എക്സ്പീരിയൻസ്. അങ്ങനെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തി കേട്ടോ. എല്ലാവരും ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. യായും ലഗേജും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഫ്ലൈറ്റിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം നമ്മുടെ ലഗേജ് അവിടെ നിന്ന് കയറ്റി വിട്ടത്. അതൊക്കെ നമുക്ക് ഇവിടെ തിരിച്ച് കിട്ടുമായിരിക്കും എന്നുള്ളതായിരുന്നു. ടെർമിനൽ 1 നമ്മൾ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നേരെ ലഗേജിന്റെ സെക്ഷൻ നോക്കി ഞങ്ങൾ നേരെ നടന്നു. ഒരു വൈഡ് ആംഗിളിൽ ഫുൾ വ്യൂവിൽ നമ്മൾ വന്ന ഫ്ലൈറ്റ് കാണാൻ പറ്റിയപ്പോൾ ഞാൻ യായുവിനെ കാണിച്ചു. യായു ഇതിലാണ് നമ്മൾ വന്നതെന്ന്. യായുവിനൊരു ചെറിയ കൺഫ്യൂഷൻ, ഇതിൽ തന്നെ ആണോ എന്ന്. ലഗേജിന്റെ സെക്ഷൻ നോക്കി നമ്മൾ നേരെ നടന്നു. അവിടെ ഇതുപോലൊരു കൺവെയർ ഉണ്ട്. ഇതിൽ കൂടെ നമ്മുടെ ലഗേജ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ വരാൻ ലേറ്റ് ആയാലും ഈ ബെൽറ്റിൽ തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെന്തായാലും നേരെ വന്ന് നമ്മുടെ ബാഗ് നോക്കി ഇതിന് ചുറ്റും നടന്നപ്പോൾ നമ്മുടെ ബാഗ് ദേണ്ട ദൂരെന്ന് കാണാം. അങ്ങനെ ബാഗ് എത്തി നേരെ ബാഗ് രണ്ടും എടുത്ത് നിലത്തേക്ക് വെച്ചിട്ട് ബാഗ് എടുത്ത് ഷോൾഡറിൽ ഇടാൻ വേണ്ടി യായുവിനെ താഴെ ഇറക്കി നിർത്തി ബാഗ് വിട്ട് നേരെ പുറത്തേക്ക്. ഫ്രണ്ട്സാണ് പിക്ക് ചെയ്യാൻ വരാൻ നേരിട്ടുള്ളത്. പുറത്തിറങ്ങി ഫോൺ വിളിച്ചപ്പോൾ നേരെ അവരെത്തി. പിന്നെ വണ്ടിയിൽ കയറി നേരെ പാലായിക്ക്.